നമസ്കാരം. യു.എസിൽ ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ തിരിച്ചയക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഗുണത്തേക്കാളേറെ ദോഷമാകും വരുത്തുകയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അരിസോന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ന്യൂ മെക്സിക്കോ യൂണിവേഴ്സിറ്റി എന്നീ സർവകലാശാലകളിലെ വിദഗ്ധരാണ് ഈ വാദമുയർത്തിയത്. ട്രംപ് ഭരണത്തിന്റെ ആദ്യ മാസം 25,000 അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചെന്നാണ് കണക്ക്. തൊഴിലാളികളെ തിരിച്ചയക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്നും ഗ്രാന്റുകളും ഫണ്ടുകളുമൊക്കെ അർഹർക്ക് കിട്ടുമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. യു.എസ് പൗരന്മാർക്ക് കൂടുതൽ തൊഴിൽ കിട്ടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ വിലക്കയറ്റവും അധിക ചെലവും മാന്ദ്യവും സംഭവിക്കാനുള്ള സാധ്യത വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ നടപടി യു.എസിലെ ഓരോ പൗരനെയും ബാധിച്ചേക്കാം. അതിനായി ആദ്യമായി പറയുന്ന പോയിന്റ് തിരിച്ചയക്കാൻ വരുന്ന വൻ ചിലവാണ്. വിചാരിച്ച തോതിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിയുന്നില്ല. ഇതിനു വേണ്ട സംവിധാനങ്ങൾ, ജീവനക്കാർ എന്നിവ കുറവാണ്. 17,500 കോടി US$ അടുത്ത 4 വർഷത്തേക്ക് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി ട്രംപ് ഭരണകൂടം തേടിയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഭക്ഷണവില കൂടുമെന്നതാണ്. അനധികൃത കുടിയേറ്റക്കാർ US തൊഴിലാളികളിൽ 5% ഇവരിൽ ചിലർ കാർഷിക മേഖലകളിലെ വിദഗ്ധ തൊഴിലാളികളാണ്. നിലമൊരുക്കം മുതൽ വിളവെടുപ്പ് വരെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ. ഇവരെ പെട്ടെന്ന് രാജ്യത്തു നിന്ന് മാറ്റുന്നത് ഉൽപാദനം കുറയ്ക്കും, ഭക്ഷ്യവില കൂടാൻ കാരണമാകും. അടുത്ത പോയിന്റായി പറയുന്നത് നിർമ്മാണത്തിൽ വരുന്ന മന്ദിപ്പാണ്. യു.എസിലെ നിർമ്മാണ മേഖലകളിൽ മൊത്തം തൊഴിലാളികളുടെ 1/4 അനധികൃത കുടിയേറ്റക്കാരാണ്. സീലിംഗ്, റൂഫിംഗ് തുടങ്ങിയ സാങ്കേതിക പരിജ്ഞാനം വേണ്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഇതിൽ ധാരാളമുണ്ട്. ഈ മേഖലയിൽ തൊഴിലാളികൾ കുറഞ്ഞാൽ നിർമ്മാണ മേഖല മന്ദഗതിയിലാകും. അടുത്തതായി പറയുന്ന പോയിന്റ് കൂലി കൂടും എന്നതാണ്. അനധികൃത കുടിയേറ്റക്കാർ പോകുന്നത് കാരണമുണ്ടാകുന്ന തൊഴിലാളി ക്ഷാമം നികത്താൻ ആളില്ലാതെ വരുമെന്നതാണ് വിദഗ്ധർ പറയുന്നത്. തൊഴിലാളി ക്ഷാമം ഉയർന്ന വേതനം നൽകേണ്ട സ്ഥിതിയിലെത്തുമെന്നും വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നും അവർ താക്കീത് നൽകുന്നു. അടുത്ത പോയിന്റ് നികുതി കുറയും എന്നതാണ്. അനധികൃത കുടിയേറ്റക്കാർ വർഷം 9,600 കോടി US$ നികുതിയായി നൽകുന്നുണ്ട്. സാധാരണ പൗരന്മാരെ അപേക്ഷിച്ച് ഇവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളും കുറവാണ്. പെടുന്നനെ ഈ നികുതി വരുമാനം നിലയ്ക്കുന്ന അവസ്ഥ വരും. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി 3ാമത്തെ US സേനാ വിമാനം ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയത്. 112 പേരെയാണ് എത്തിച്ചത്. രാത്രി ഏകദേശം 10 മണിയോടെയാണ് വിമാനം എത്തിയത്. ഫെബ്രുവരി 5-ന് 104 പേരെയും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 116 പേരെയും C-17 വിമാനത്തിൽ കൊണ്ടുവന്നിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെ ബാക്കിയുള്ളവരെ വിലങ്ങണിയിച്ചാണ് കൊണ്ടുവന്നതെന്ന് ശനിയാഴ്ച വിമാനത്താവളത്തിൽ ഇറങ്ങിയവർ പറഞ്ഞു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടാണ് കൊണ്ടുവന്നതെന്ന് പഞ്ചാബിലെ കുരാല കാലൻ സ്വദേശിയായ ദൽജിത് സിംഗ് വെളിപ്പെടുത്തി. ആദ്യ സംഘത്തെ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രതിപക്ഷം പാർലമെന്റിൽ ഉൾപ്പെടെ വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നിട്ടും പിന്നെയും ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചാണ് എത്തിച്ചത്. പലരും ചതിക്കപ്പെട്ടാണ് അവിടെ എത്തുന്നതെന്ന് തിരിച്ചെത്തിയവർ പറയുന്നു. പഞ്ചാബ് തരൻ സ്വദേശിയായ ജസ്പാൽ സിംഗ് തനിക്ക് നേരിട്ട ചതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. 44 ലക്ഷമാണ് ഏജന്റ് തട്ടിയെടുത്തത്. യാത്രാ ചെലവിന് 6 ലക്ഷത്തോളം വേറെയും ചിലവായി. നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ യു.എസിലേക്ക് കടക്കാൻ പോകരുതെന്ന് ജസ്പാൽ സിംഗ് മുന്നറിയിപ്പും നൽകുന്നു.